നമ്മുടെ സായിഗ്രാമം ട്രസ്റ്റിന്റെ സെക്രട്ടറി അനന്തകുമാർ സാറിനെ പറ്റി ഇവിടെ ആനന്ദകുമാർ കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. ഓക്കെ, നമസ്കാരം. നമുക്ക് അങ്ങോട്ട് കടന്നാലോ? ഈ സ്ഥലത്തിന് ഒരു പുരാണം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഇതൊരു ജലതരംഗ്, ഇത് മാമം നദിയാണല്ലേ? 44 നദികളിലെ ഒരു നദിയാണ് ഇത്. ഇത് കെ ചിത്രയാണോ ഉദ്ഘാടനം ചെയ്തത്? കെ ചിത്രയാണ് ഈ ഒരു ആർട്ട് ഗാലറി പോലെയുള്ള ജലതരംഗ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്താ ഇതിന്റെ ഐഡിയ? ഇതിന്റെ സംഗീതജ്ഞർ ഇവിടെ വന്നിരുന്ന് പാടുന്നു. ഒരു നമ്മുടേതായിട്ടുള്ള ഇവിടെയുള്ള ആളുകളെല്ലാവരും അത് കേൾക്കാനായിട്ടിരിക്കുന്നു. നദിയുടെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇതില്ല എന്നുള്ളതാണ് ഒരു അറിവ്. നദിയുടെ തീരത്ത് ഒരു ആർട്ട് ഗാലറി അല്ലെങ്കിൽ നദിയുടെ തീരത്ത് ഒരു സംഗീതം നടത്താനുള്ള ഒരു സംവിധാനം. ഓ ശരി, അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്തായാലും കെ ചിത്ര ഉദ്ഘാടനം ചെയ്തല്ലേ, അതിനെന്തായാലും വലിയൊരു ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നീട് നമുക്ക് അന്തരിച്ച ഉമ്മൻചാണ്ടിയെ കൂടി ഇവിടെ സ്മരിക്കണം. എനിക്കൊന്ന് അങ്ങ് ഏറ്റവും വലിയൊരു ഒരു ബന്ധം അതുമായിട്ട് സ്ഥാപിച്ചിരുന്നു അല്ലേ? രാഷ്ട്രീയമായിട്ടല്ല, പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുമ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ദിവ്യ മനുഷ്യനെ ഞാൻ കണ്ടതായിട്ട് എന്റെ കണക്കിലില്ല. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് തന്നതുകൊണ്ടോ മറ്റൊന്നുമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാനുള്ള ഒരു മനസാക്ഷി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അല്ല, ഈ സായി ഗ്രാമം ഇങ്ങനെ ഇത്രയും വളരുന്നതിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അങ്ങേക്ക് ലഭിച്ചിരുന്നു? അദ്ദേഹം ഞങ്ങളൊന്നും ചോദിക്കാതെ, ഞങ്ങളുടെ അജണ്ടയിൽ പോലും ഇല്ലാതെ ഒരു സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അദ്ദേഹം ഇതിനകത്തൊരു കോളേജ് പ്രവർത്തിക്കുന്നു. ഇതിനകത്തൊരു മനോഹരമായ ഒരു കോളേജ്. നമുക്കൊരു കാര്യം ചെയ്യല്ലോ, ഈ സായി ഗ്രാമം ചുറ്റി നമുക്ക് കുറച്ചേരം സംസാരിച്ചല്ലോ. അങ്ങയുടെ വണ്ടിക്കകത്ത് ഞാനിവിടെ കയറാം. ഈ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, വയസ്സായും തോന്നുന്നു, കയറാനൊക്കെ പാടാ. കുഴപ്പമില്ല, ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാ ഈ സായി ഗ്രാമം, ഇത് യഥാർത്ഥത്തിൽ ആരുടെ മനസ്സിലാണ് ഇങ്ങനൊരു ഐഡിയ ഉണ്ടായത്? അത് എന്റെ മനസ്സിലെ ഒരു സങ്കല്പമായിരുന്നു. അതായത് അബ്ദുൽ കലാം. അല്ല, അങ്ങ് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ സായി ഗ്രാമത്തിലേക്ക് വരുന്നതൊക്കെ? ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്സുകാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, എക്സ്പോർട്ടർ ആയിരുന്നു. അയ്യോ, അങ്ങ് എങ്ങനെ കച്ചവടക്കാരനായിരുന്നു? ഞാൻ എങ്ങനെ എക്സ്പോർട്ടർ ആയിരുന്നു. അച്ഛൻ എക്സ്പോർട്ടർ ആയിരുന്നു, ഞാൻ മട്ടാഞ്ചേരിക്കാരനാണ്. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് പിന്നെ അത് വിപുലീകരിച്ചു. 42 രാജ്യം സഞ്ചരിച്ചിട്ടുണ്ട്. 3 രാജ്യത്ത് ഓഫീസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു 52ാമത്തെ വയസ്സിൽ ഒരു യു ടേൺ ആണ്. അതായത് യഥാർത്ഥ സന്തോഷം പണത്തിലല്ല, മറ്റു മനുഷ്യരുടെ സന്തോഷത്തിലാണ് എന്നുള്ള ഒരു വിശ്വാസം, അത് പൂർത്തീകരിക്കുവാനാണ് നമ്മൾ ഈ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഞാനും 30 വർഷത്തിന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ഞാനും ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ, എന്റെ അങ്കിളാണ് അദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. അദ്ദേഹമാണ് ഫൗണ്ടർ ചെയർമാൻ. ഇതിന്റെ ഭൂമിയൊക്കെ ആരെങ്കിലും സൗജന്യമായി തന്നാണോ? ഇല്ല, ഇതെല്ലാം പൊന്നും വില കൊടുത്താണ് മേടിച്ചത്. ഇത് ആദ്യത്തെ 18 ഏക്കർ ഒരു മുസ്ലിം ഫാമിലിയുടെ ആയിരുന്നു, ജബ്ബാർ സാഹിബും ഫാമിലിയുടെ ആയിരുന്നു. അത് പൈസ കൊടുത്ത് മേടിച്ചു. അത് എന്റെ കാരണം എന്ന് വെച്ചാൽ 2 കോടി രൂപ കാനറ ബാങ്കിൽ നിന്ന് ഭൂമി മേടിക്കാനായിട്ട് ലോൺ ചോദിച്ചു. അപ്പൊ ലോൺ കിട്ടാൻ വൈകി. ആ സമയത്താണ് എന്റെ സുഹൃത്തായ സുനിൽ ഗവാസ്കർ ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാനായിട്ട്. സുനിൽ ഗവാസ്കറാണ് അത് എത്ര കൊല്ലം മുമ്പോ? 2005. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ 2005 ശേഷം ഏതാണ്ട് ഒരു 10-20 വർഷം കടന്നുപോയി അല്ലെ? 19 വർഷമെങ്കിലും ആയി. അപ്പൊ ഈ 19 കാലത്തിനിടയിൽ ഈ സായി ഗ്രാമത്തിൽ പ്രധാനമായിട്ട് ഇപ്പൊ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങളുടെ ആദ്യം തന്നെ ആരംഭിക്കുന്നത് അനാഥാലയത്തിൽ നിന്നാണ്. ആൺകുട്ടികളുടെ അനാഥാലയം, പിന്നെ വൃദ്ധസദനം, അമ്മൂമ്മമാരുടെയും അപ്പൂപ്പന്മാരുടെയും വൃദ്ധസദനം, മെന്റലി ചാലഞ്ചഡ് കുട്ടികളുടേതായിട്ടുള്ള സ്ഥാപനം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സുനിൽ ഗവാസ്കർ തറക്കല്ലിട്ട ആ ഒരു സ്പോട്ടിലാണ്. പോലീസ് ഔട്ട് പോസ്റ്റ് കാണുന്നല്ലോ. അതെ, പോലീസിന്റെ ആവശ്യമുണ്ടോ ഇവിടെ? പോലീസ് രമേശ് ചെന്നിത്തല ഉള്ളപ്പോ തന്നെ വേറെ ഇതെല്ലാം പബ്ലിക്കിന് വേണ്ടിയാ. പബ്ലിക്കിന് വേണ്ടി ഞങ്ങൾ ചെയ്തത് പോലീസ് ഔട്ട് പോസ്റ്റ്, കൂടാതെ പോസ്റ്റ് ഓഫീസ്, 3 മാവേലി സ്റ്റോർ, ഇതെല്ലാം പബ്ലിക്കിന് വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. കോളേജൊക്കെ വലിയ കോളേജാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. 400ഓളം കുട്ടികളുണ്ട്. ഏകദേശം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു IAS അക്കാദമി ഉണ്ട് അല്ലേ? IAS അക്കാദമി ഉണ്ട്. നടക്കുന്നുണ്ടോ അത്? അല്ല, അത് 3 വർഷം നടന്നു. പക്ഷെ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് കാരണം, കെ ജയകുമാർ IAS ആണ് അതിന്റെ ചെയർമാൻ. കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് കാരണം അത് കണ്ടിന്യൂ ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കുട്ടികൾ ചേരും, 3 കുട്ടികൾ പരീക്ഷ എഴുതും. അപ്പൊ അതൊരു വേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ പൈസ ഒന്നും മേടിക്കാതെയാണ് നടത്തുന്നത്. അപ്പൊ അതൊരു വേസ്റ്റ് ആയത് കാരണം തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുന്നു.